താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. നിങ്ങൾ എന്ത് കരുതുന്നു? ഇത്ര സിമ്പിളാണോ കാര്യങ്ങൾ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുന്ന ചോദ്യത്തെക്കുറിച്ചാണ് കേട്ടോ. ആ ചോദ്യകർത്താക്കളിൽ ഒരുപക്ഷെ നിങ്ങളും ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായിരിക്കാം. നമ്മുടെ പ്രഭാതമന്നെ എന്ന മെസ്സേജുകൾ കേട്ടിട്ടേ മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വചനം അത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പലർക്കും സംശയം ഇതാണ്, ഇത്ര സിമ്പിളാണോ കാര്യങ്ങൾ? ഇത് മതിയോ ദൈവദാസനെ? കാരണം എന്താ, നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നാം എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതെന്തോ വലിയൊരു സംഭവമാണ്. അതായത് ഒരു റോക്കറ്റ് സയൻസ് പോലെ വലിയ കാര്യമാണ്. എത്ര ചെയ്താലും ശരിയാകാത്ത, എത്ര ചെയ്താലും നിറയാത്ത അല്ലെങ്കിൽ തികയാത്ത എന്തോ ഒരു വലിയ കാര്യം ചെയ്തു വേണം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ. സത്യമല്ലേ? ഇതല്ലേ നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ചിന്ത? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ, ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള അറിവ് നമ്മിലുള്ളത് നാം ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ ആശ്വാസത്തിന് വക നൽകും. എന്താ? ഇതൊക്കെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്, അല്ലേ? ഈ അനുഭവത്തിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. കാരണം നമ്മൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഈ പഠിച്ച് മനസ്സിലാക്കി വച്ചിരിക്കുന്ന റോക്കറ്റ് സയൻസിൻ്റെതായ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയത്തില്ല. ആശുപത്രി കിടക്കയിൽ, നിങ്ങൾ ആശുപത്രി കിടക്കയിലായെന്ന് കരുതുക. ആവശ്യം എന്താണ്? എന്താ ആവശ്യം? അവിടെ നിന്ന് വിടുതൽ, രോഗസൗഖ്യം. പുറത്തായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പുറത്ത് ആരോഗ്യത്തോടെ ആയിരിക്കുമ്പോൾ നമുക്ക് പല നിലകളിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും, ഉപവസിക്കുവാൻ കഴിയും, കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും എങ്ങനെ നമ്മൾ എന്താഗ്രഹിക്കുന്നു അതുപോലെയൊക്കെ ചെയ്യുവാൻ കഴിയും. പക്ഷേ ആശുപത്രിയിലായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ കഴിയുമോ? കഴിയത്തില്ല. ഇങ്ങനെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം. ആവശ്യം അത് മാത്രം, സൗഖ്യമാകണം. പക്ഷേ ഈ പറഞ്ഞതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവിടെ റോക്കറ്റ് സയൻസ് നടക്കത്തില്ല. എത്ര ചെയ്താലും തീരാത്ത കാര്യങ്ങളും സംഭവിക്കത്തില്ല. ഞാനും മാർച്ച് മാസം 16-ാം തീയതി ഞങ്ങളുടെ ചർച്ചിൻ്റെ പണി ആരംഭിക്കുകയാണ്, റിനോവേഷൻ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന്, റൂഫിൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴെ വീഴുന്നു. 13 അടി പൊക്കത്തിൽ നിന്ന് താഴെ വീഴുന്നു. 3 ഡിസ്ക് കംപ്രസീവ് ഫ്രാക്ചർ ആകുന്നു. ആശുപത്രിയിൽ എത്തിച്ചേരുന്നു. ഞാൻ അന്ന് ഉപവാസത്തോടെയാണ്. 7ാമത്തെ ദിവസം, പൂർണ്ണമായുള്ള ഉപവാസത്തിൻ്റെ 7ാമത്തെ ദിവസം. 4 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഉച്ചവരെ ഉപവാസമാണ്. അങ്ങനെ ഉപവാസത്തോടെ തന്നെ ഞാൻ വീഴുന്നു. ഞാൻ ആശുപത്രിയിൽ എത്തിച്ചേരുന്നു. നോക്കൂ, ഉപവാസത്തോടെ ആയിരിക്കുമ്പോൾ എൻ്റെ ഒരു ദിനചര്യ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും. എൻ്റെ രാവിലെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാവിലെ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ. കാരണം ഞാൻ ഉറങ്ങുന്നത് രാത്രി 2 മണിയാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രാവിലെയും എൻ്റെ രാവിലെയും ഒരുപോലെയല്ല. എന്തായാലും ഞാൻ എഴുന്നേൽക്കുന്ന ആ സമയം രാവിലെ എഴുന്നേൽക്കും, പ്രാർത്ഥിച്ച് എഴുന്നേൽക്കും. അത് കഴിഞ്ഞ് വചനം വായിക്കും. നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുവാൻ തക്കവണ്ണം ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുവാൻ, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത മെസ്സേജുമായി ദൈവം തലേ ദിവസം തന്ന നിങ്ങളോട് സംസാരിക്കുവാനുള്ള വചനവുമായി പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും. ആ വചനത്തെ പോഷിപ്പിക്കും. തുടർന്ന് നിങ്ങൾക്ക് മെസ്സേജ് തരും. അതിനുശേഷം പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചവരെയുള്ള ഉപവാസത്തിന് വേണ്ടിയുള്ള ഒരുക്കം. ഉപവാസം എല്ലാ ദിവസവും ഉച്ചവരെ, ഓരോരോ ദിവസവും ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി. പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർക്കറിയാം, ആ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, സ്പോൺസർ പ്രയർ നടത്തുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന. പിന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ താഴ്ത്തുന്നു, കരയുന്നു, കൈയടിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങനെ ദൈവത്തോടൊപ്പം അധികം ചേർന്ന് നിൽക്കുന്ന, പുറത്ത് മീറ്റിങ്ങുകളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നു. ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ദിനചര്യ എൻ്റേത്. ഞാൻ ശുശ്രൂഷകനായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ദിനചര്യ എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കരയണ്ട. അപ്പോൾ എൻ്റെ മേഖല, അപ്പോൾ എൻ്റെ ഒരു വിശ്വാസ ജീവിതം മാത്രമല്ല, എൻ്റെ ഭൗതിക ജീവിതവും ഇതായതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രമാത്രം ചേർന്ന് നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതേ സംഭവം
ആശുപത്രിക്കകത്തും എനിക്ക് വേണമെന്ന് ഞാൻ വാശി പിടിച്ചാൽ ബെൽറ്റും ഇട്ട് അനങ്ങരുതെന്ന് പറഞ്ഞ് ICU ന്യൂറോ വാർഡിനകത്ത് കൊണ്ട് കിടത്തിയിരിക്കുക, ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇതൊന്നും പറ്റത്തില്ല, എനിക്ക് കൈ അടിക്കണം, എനിക്ക് തുള്ളിച്ചാടണം. നാവ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ലോക്കഡാ. അവർ പറഞ്ഞതുപോലെ ചെയ്യണം. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ച് ആ രോഗക്കിടക്കയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ലേ? നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന വിധത്തിലാണെങ്കിൽ പറ്റത്തില്ല. അങ്ങനെ ചാടി തുള്ളി ബഹളം വെച്ചാലേ പറ്റൂ എങ്കിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് കിടന്നത് തന്നെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം. എന്താ? അവരുടെ കൈയും കാലും എല്ലാം ആമത്തിൽ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കയ്യിലും കാലിലും ഒക്കെ ചങ്ങലയിട്ട് ഒരു വലിയ തടിയിൽ കെട്ടിയിരിക്കുന്നു. അവർ ജയിലിലായിരിക്കുന്നു. ജയിലെന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജയിൽ പോലെയല്ല, മുട്ടയും ഇറച്ചിയും ടൈം ടേബിൾ അനുസരിച്ച് ആഹാരം കിട്ടുന്ന ആ ജയിലല്ല. കല്ലറ, നിവർന്ന് നിൽക്കുവാൻ കഴിയാത്ത ചെറിയൊരു തുരങ്കം, അതിനകത്തായിരിക്കുന്നു. അവിടെ അവർ ചാടിയതും തന്നെ തുള്ളിയതും തന്നെ. സ്വതന്ത്രമായിരുന്നത് നാവ് മാത്രമാണ്. ആ നാവ് കൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചു. ഫലമോ? കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. നോക്കൂ, എനിക്കും ആശുപത്രിയിൽ കയറിയപ്പോൾ തന്നെ ആദ്യത്തെ ഒരു പകപ്പ്, ഭയം, അതെല്ലാം പെട്ടെന്ന് മാറി. ദൈവം എൻ്റെ നാവിന്മേൽ ഒരു വചനം തന്നു. മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. നമ്മളതൊരു മെസ്സേജായിട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? എൻ്റെ ശത്രുവായവളെ, എന്നെ തള്ളിയിട്ട പിശാചിനോടാണ്, എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട, ഞാൻ വീണാലും എഴുന്നേൽക്കും. നീ എന്നെ തള്ളി, ഞാൻ വീണു, ശരിയാ, പക്ഷേ ഞാൻ എഴുന്നേൽക്കും. കാരണം എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. കയ്യടിയില്ല, മറ്റ് ബഹളങ്ങളൊന്നുമില്ല. ഇത് മാത്രം പറഞ്ഞ് നോക്കിയേ, 3 മാസം തികയാൻ ഇനിയുമുണ്ട് 2 ദിവസം. നിങ്ങൾക്കൊപ്പം ഇരുന്ന് മെസ്സേജ് ചെയ്യുന്നു. നിങ്ങളിൽ പലരുമായിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥനകൾക്ക് പഴയതുപോലെ കടന്നു വരുന്നു, ആരാധന നടത്തുന്നു, എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ചെയ്യുന്നു. റോക്കറ്റ് സയൻസ് അല്ല, കാര്യം സിമ്പിളാണ്. അതേ, കാര്യം സിമ്പിളാണ്. തിരിച്ചറിഞ്ഞ് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുക എന്നുള്ളത് സിമ്പിളാണ്. കാരണം നമ്മുടെയൊക്കെ കഴിവോ പ്രാപ്തിയോ എന്തോ ഒക്കെ കൊണ്ടല്ല നാം ദൈവത്തിൽ നിന്ന് പലതും പ്രാപിച്ചെടുക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ദയയാൽ. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യം എന്താ? പ്രാർത്ഥന ഉള്ളവൻ ദൈവം നമുക്ക് വേണ്ടത് ചെയ്യുന്ന സമയം വരെ നിലനിൽക്കും. ഇതാണ് പോയിന്റ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ആ പ്രവൃത്തി, അതായത് നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ആ വിഷയത്തിനുള്ള വിടുതൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ സമയം വരെ, അതിനെയാണ് തക്ക സമയം എന്ന് പറയുന്നത്. നമ്മൾ ചോദിക്കുന്നതല്ല, നമ്മൾ ആവശ്യത്തോടെ ആയിരിക്കുന്നതല്ല തക്ക സമയം. ദൈവം നമുക്ക് തരുന്നതാണ് തക്ക സമയം. ആ സമയം വരെ നമ്മെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുക. ഇതാണ് എൻ്റെ അനുഭവം. ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ഇത്രയും മതി. വചനവും അത് തന്നെ പറയുന്നു. അതേക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ലളിതമായി നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഒരു ചെറു വചനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായ വിടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും. അപ്പോൾ ഈ വാക്യത്തിൻ്റെ, ഈ വചനത്തിൻ്റെ ആവശ്യം എന്താണ്, അതും വഴിയെ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുക. സിമ്പിളായി ചിലർ വലിയ കാര്യങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുക. വെറുതെ ആശുപത്രിക്കകത്ത് കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, എൻ്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട, ഞാൻ വീണാലും എഴുന്നേൽക്കും, എൻ്റെ ശത്രുവായവള്. ഇത് മാത്രമേ ഉള്ളൂ. അമ്മേൻ. കുറച്ചു നേരം പറഞ്ഞാൽ പിന്നെ സ്തുതിക്കുവാൻ തോന്നും. ചാടി തുള്ളി ബഹളം വെച്ച് അല്ലെന്നേ, സ്തുതി തനിയെ വരും. വചനം ഇങ്ങനെ ആവർത്തിച്ച് ഉരുവിടുമ്പോൾ. അങ്ങനെ ചിലരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ, ലളിതമായി ചിലർ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുവാൻ പോകുക. അതേ സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, വലിയ കാര്യങ്ങളെ യേശുപ്പൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. റെഡിയാണോ? എങ്ങനെ ആ ലളിതമായ കാര്യത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുവാൻ പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാനിതെല്ലാം കൂടെ വായിച്ചുകൊണ്ടിരുന്നാൽ പാടാം. അത്യാവശ്യമുള്ള 1-2 വാക്യങ്ങൾ അതിൽ നിന്ന് വായിക്കാം. 46 തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അന്ന് മകൻ രോഗിയായിരുന്നോര്
രാജഭൃത്യൻ ഖബർന്നഹൂമിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഹീറോ, ഇന്നത്തെ ഹീറോ യേശുവാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. പക്ഷേ ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പോകുന്ന ഹീറോ ഈ രാജഭൃത്യനാണ്. രാജഭൃത്യൻ്റെ പ്രത്യേകത, അവൻ്റെ മകൻ രോഗിയായിരിക്കുന്നു. മീൻസ് മരിക്കത്തക്ക രോഗമാണ് കേട്ടോ, മരിക്കത്തക്ക രോഗം. ആ രോഗത്തിൻ്റെ പ്രത്യേകത വൈദ്യന്മാരെല്ലാം കൈവിട്ട രോഗമാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ എത്തിയത്. നമ്മളും അങ്ങനെയാണല്ലോ, പലരും നമ്മളെ കൈവിടുമ്പോഴും നമുക്ക് നമ്മളായിട്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ വരുമ്പോഴുമാണല്ലോ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നത്. അങ്ങനെയല്ലേ സഹോദര സഹോദരി? അല്ലേ പ്രിയരെ? നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലായിരിക്കുന്നത് നിങ്ങൾക്കായി പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായിട്ടാണ്. അതെ, അത് നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഉത്തരം കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു പ്രഹേളികയായി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കുന്നു. ഉത്തരമുണ്ട്. ഉത്തരം തരുവാൻ കഴിവുള്ളവൻ്റെ അടുക്കലാണ് നിങ്ങളായിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ രാജഭൃത്യനാണ്, മകൻ മരിക്കത്തക്ക രോഗിയായിരിക്കുന്നു. അവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുകയാണ്. ആവശ്യം എന്താണ്? മകനെ സൗഖ്യമാക്കണം. തുടർന്നുള്ള 2 വാക്യങ്ങൾ യേശുവും ഈ രാജഭൃത്യനും തമ്മിലുള്ള സംഭാഷണമാണ്. അത് വിടാം. അത് കഴിഞ്ഞ് 50-ാമത്തെ വാക്യത്തിൽ യേശു അവൻ ആവശ്യം അറിയിച്ചേ. 49 രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരയണമേ എന്ന് പറഞ്ഞു. മരിക്കത്തക്ക രോഗമാണ്. 50 നോക്കി, യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോളണമേ, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. 50 യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. യേശു എന്താണ് പറഞ്ഞത്? നമ്മൾ വിചാരിക്കും പോലെ, ഈ റോക്കറ്റ് സയൻസ് പോലെ അഘനഗംഭീരമായ, അല്ലെങ്കിൽ മർമ്മങ്ങളും വെളിപ്പാടുകളും ദർശനങ്ങളും പലതും നിറഞ്ഞ ഒരു വലിയ പ്രസംഗം അവിടെ കാച്ചിയെന്നാണോ ആ പുള്ളി കേട്ടത്? യേശുവിൻ്റെ അടുക്കലെത്തുമ്പോൾ, അപ്പോൾ പ്രൈസർ ഫാമിലിയുടെ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വചനമൊന്നും പോരാ, കുറേ വേണം. എനിക്കറിയാവുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 30 മിനിറ്റ് ഒരു 100-200 വചനം പറഞ്ഞു തരാൻ എനിക്കറിയാം, ദൈവകൃപയാൽ. എൻ്റെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപയാ. അപ്പോൾ യേശുവിൻ്റെ അടുത്തായിരിക്കുമ്പോൾ അതും പോരല്ലോ, അതിലും കൂടുതൽ വേണമല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടോ? കടുകട്ടിയായിട്ടുള്ള എന്തെങ്കിലും വിധികളോ ചട്ടങ്ങളോ, നീ അവിടെ പോടാ, ആ കാര്യം ചെയ്യടാ, അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ വല്ലതും ആണോ യേശു പറയുന്നത്? യേശു എന്താ പറയുന്നത്? നീ പോ, നിന്റെ മകൻ മരിക്കയില്ല. യേശു അത് പറഞ്ഞില്ല. അതുകൊണ്ട് ചിലപ്പോൾ യേശുവിന് തെറ്റുപറ്റിയതായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചളയല്ലേ. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു 40 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. ഉപവാസം ആവശ്യമാണ് കേട്ടോ, നമ്മുടെ വിഷയത്തിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരു തീർത്ഥാടനത്തിന് പോകാമെന്ന് തീരുമാനിച്ചോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ, വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് തീരുമാനിച്ചോ? ഒന്നും തീരുമാനിച്ചില്ല. പിന്നെ എന്താ? ഈ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഈ പുള്ളിയുടെ ആവശ്യം യേശു വീട്ടിൽ വരണമെന്നായിരുന്നു. യേശു പോയില്ല. യേശു ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ പോയിക്കോ, നിന്റെ മകൻ മരിക്കത്തില്ല. അപ്പോൾ ഇനി ആ മനുഷ്യനും എനിക്കുമൊപ്പം അല്പം സഞ്ചരിക്കുവാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾ തയ്യാറാകുക. ആ മനുഷ്യൻ പോവുക. ആ മനുഷ്യൻ പോകുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ എന്താ? ആ മനുഷ്യൻ പോകുന്നതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. എന്താ? എൻ്റെ മകൻ മരിക്കത്തില്ല, ഞാൻ വീട്ടിൽ പോകും, അവനെ ജീവനോടെ കാണും. ആണേ, ഈ ചിന്തയാണ് ഈ മനുഷ്യനെ തിരികെ വീട്ടിലേക്ക് നടത്തുന്നത്. ഈ ചിന്ത ഈ മനുഷ്യൻ്റെ ഉള്ളിലില്ലെങ്കിൽ അവൻ അടുത്ത വഴി തേടി പോകും. വേറെ എവിടെയെങ്കിലും വൈദ്യനുണ്ടോ, വേറെ ആർക്കെങ്കിലും എൻ്റെ മകനെ സുഖമാക്കുവാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചു പോകും. അപ്പോൾ ഇതൊന്നുമില്ല, ഈ പുള്ളി തിരികെ പോകുക. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലേ, എൻ്റെ മകൻ ജീവിക്കും. ഇതാ ഉള്ളിലുള്ളത്. അങ്ങനെയല്ലേ? ഇല്ലെന്നൊന്നും പറയണ്ട, ഇത് തന്നെയാണ് ഉള്ളിൽ വരുന്നത്. എൻ്റെ മകൻ ജീവിക്കും, എൻ്റെ മകൻ ജീവിക്കും, എൻ്റെ മകൻ മരിക്കില്ല, എൻ്റെ മകൻ ജീവിക്കും. ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ മകനെ കാണും പഴയതുപോലെ. എൻ്റെ മകനെ ഞാൻ കളിപ്പിക്കും, എൻ്റെ മകനെ ഞാൻ തോളിലെടുക്കും, എൻ്റെ മകനെ ഞാൻ ആന കളിപ്പിക്കും. അയ്യോ, ഇങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞു പോവുക. അപ്പോൾ പറഞ്ഞു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശ്വാസം വർദ്ധിക്കുക ആണേ. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമായി മാറുന്ന വചനം തന്നെ, ആ വചനം ആവർത്തിച്ച് ഉരുവിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളിലെ വിശ്വാസം വർദ്ധിക്കും. ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്ന് ആവർത്തിച്ച് വചനം ഉരുവിടുമ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുക. ഞാൻ ആത്മകണ്ണുകൊണ്ട് കാണുകയാണ്, വിശ്വാസത്താൽ കാണുകയാണ്. എൻ്റെ ശത്രുവായവൾ എൻ്റെ മുമ്പിൽ നാണം കെട്ട് തലകുനിച്ച്, ശത്രുവായവൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ഭാര്യയൊന്നും കരുതരുത് കേട്ടോ, ഞാൻ പറയുന്നത് പിശാചിനെ കുറിച്ചാണ്, വചനമാണ്. മീക്ക പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. അല്ലാതെ എൻ്റെ പാവം ഭാര്യ ശത്രുവായവളെന്ന് അല്ലെന്നേ. അപ്പോൾ ആ ശത്രുവായവൾ, അതെ പിശാച്, എൻ്റെ മുമ്പിൽ തല കുനിക്കുന്നത്
ഞാൻ വിശ്വാസത്താൽ കാണുന്നു. അർത്ഥം, ഞാൻ കിടപ്പിലാകുമെന്ന് ശത്രു കരുതി ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, അതും ഞാൻ വിശ്വാസത്താൽ കാണുന്നു. ഞാൻ വിശ്വാസത്താൽ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഈ മനുഷ്യൻ ഇത് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ അവൻ വിശ്വാസത്തിൽ കാണുകയാണ്. വീട്ടിൽ പോകുമ്പോൾ തന്നെ എതിരേൽക്കുവാൻ കടന്നു വരുന്ന മകൻ ഇല്ലേ, നിന്റെ മകൻ മരിക്കയില്ല ജീവിക്കും, മരിക്കയില്ല ജീവിക്കും. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 51 അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. റോക്കറ്റ് സയൻസ് ഉണ്ടോ? ഭയങ്കരമായ കാര്യങ്ങളുണ്ടോ? ഇല്ല. യേശുവിൻ്റെ വാക്ക് കേട്ടു, ആ വാക്ക് വിശ്വസിച്ച് അങ്ങനെ എൻ്റെ മകൻ ജീവിക്കും, എൻ്റെ മകൻ ജീവിക്കും, അങ്ങനെ സന്തോഷത്തിൽ പോകയിൽ തന്നെ എതിരേറ്റ് വരിക. എന്താ? വിടുതൽ എതിരേറ്റ് വരിക. ഓ സ്തോത്രം, വിടുതൽ എതിരേറ്റ് വരിക. ദൂത, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് നീ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ സഹോദര സഹോദരി, വിടുതൽ നിന്നെ എതിരേറ്റ് വരും. വിടുതലിൻ്റെ സാക്ഷ്യം നിന്നെ എതിരേറ്റ് വരും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ചിലരെ തേടി വിടുതലിൻ്റെ സാക്ഷ്യം കടന്നു വരിക. നിന്നെ ദൈവം വിടുവിച്ച വിടുതലിൻ്റെ സാക്ഷ്യം നിനക്കൊപ്പമുള്ളവരിൽ നിന്ന് നീ കേൾക്കുവാൻ പോകുക. പ്രിയപ്പെട്ടവരെ, മരിക്കത്തില്ല. ഓ സ്തോത്രം, മരിക്കത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ആ മനുഷ്യൻ രാജഭൃത്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കേട്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ഇപ്പോൾ കേൾക്കുകയാ. പലതും നഷ്ടപ്പെട്ടു പോകും, ഇല്ലാതായിത്തീരും. സഹോദര സഹോദരി, നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ദേവദാസനെ, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകും, മരിച്ചു പോകും. ഞാൻ ജോലിയില്ലാത്തവനായിത്തീരും, മരിച്ചു പോകും. എനിക്ക് ജോലി കിട്ടത്തില്ല, എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കത്തില്ല. അയ്യോ, വല്ലാത്ത ഭാരമാണ്. നഷ്ടപ്പെടത്തില്ല. ഓ സ്തോത്രം, ആ ജോലി നഷ്ടപ്പെടത്തില്ല. ജോലി സ്ഥലത്ത് നിന്ന് നീ പ്രതീക്ഷിക്കുന്നത് പോലെ ആട്ടി ഓടിക്കപ്പെടത്തില്ല. ഒരു ശത്രുവിനും നിന്നെ അവിടെ നിന്ന് പറിച്ചെടുത്ത് കളയുവാൻ കഴിയത്തേയില്ല. അതേ, ആ ജോലി നഷ്ടപ്പെടത്തില്ല. ഓ സ്തോത്രം, വിശ്വസിക്കുന്നവർ രാമേൻ പറഞ്ഞേ, ആ ജോലി നഷ്ടപ്പെടത്തില്ല. നിനക്ക് ജോലി കിട്ടും. നീ ജോലിയില്ലാത്തവനായി ഭവനത്തിനകത്ത് ഒതുങ്ങിക്കൂടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിന്റെ കുടുംബത്തിൻ്റെ, നിനക്കൊപ്പമുള്ളവരുടെ, നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ തരും. ഓ സ്തോത്രം. ദൂത, ആ മനുഷ്യൻ കേൾക്ക്, നിന്റെ മകൻ ജീവിച്ചിരിക്കും, എൻ്റെ ജോലി അതെ അതെനിക്കൊപ്പം ഉണ്ടാകും, ഞാൻ ജോലിക്കാരനായി തീരും. പറയ് ഞാൻ ജോലിക്കാരനായി തീരും. അതെ, എൻ്റെ ജോലി എനിക്കൊപ്പം ഉണ്ടാകും. ഒരു ശത്രുവിന് എന്നെ അവിടെ നിന്ന് പുറത്താക്കുവാൻ കഴിയത്തേയില്ല. അതെ, വിശ്വാസത്തോടെ നീ മുൻപോട്ട് പോകുമ്പോൾ നിന്നെ ആ സാക്ഷ്യം എതിരേൽക്കും. യെസ്, ആ ജോലി സ്ഥലത്ത് നിന്ന് ചിലരെ സാക്ഷ്യം എതിരേൽക്കുക. അതൊരു പക്ഷേ ഫോൺ കോളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളിലൂടെ ആയിരിക്കാം. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി റോക്കറ്റ് സയൻസ് ഒന്നുമില്ലെന്നേ വിശ്വാസത്തോടെ പറയും, എൻ്റെ ജോലി നഷ്ടപ്പെടത്തില്ല. കാരണം യേശു നിനക്കൊപ്പമുണ്ട്. ആമേൻ. യേശു നിനക്കൊപ്പം ഉള്ളതുകൊണ്ട് അത് നശിച്ചു പോകുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ, നീ ഇല്ലാത്തവനായി തീരുവാൻ അനുവദിക്കത്തേയില്ല. അതെ, യേശു അനുവദിക്കത്തില്ല. ആ മനുഷ്യനോട് യേശു പറഞ്ഞത് തന്നെയാണ് നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അറിയിക്കുവാനുള്ള ആലോചന. പൊയ്ക്കൊള്ളുക, ജീവിച്ചിരിക്കുന്നു, പൊയ്ക്കൊള്ളുക. ആ നന്മ അവിടെ ഉണ്ട്, ആ തൊഴിൽ അവിടെ ഉണ്ട്, നിനക്ക് വേണ്ടത് ദൈവം അവിടെ കരുതിയിട്ടുണ്ട്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അത് നിന്റെ കരങ്ങളിൽ എത്തുവാൻ പോകുക. ആമേൻ. അപ്പോ ഈ കേട്ട ദൂത് ഏറ്റെടുത്ത് പറഞ്ഞ് മുൻപോട്ട് പോകുക. ഒറ്റ കാര്യം, ഇനി ഈ വാക്ക് വിശ്വസിച്ചില്ലെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഈ വാക്ക് വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ ഈ മനുഷ്യൻ തയ്യാറായില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കും. എന്താ? എതിരേറ്റ് വരുന്ന സാക്ഷ്യം കേൾക്കുവാൻ ആ മനുഷ്യന് കഴിയുമോ? ഇല്ല. കാരണം ആ മനുഷ്യൻ വേറെ വിടുതലുകൾ അന്വേഷിച്ച് പോകും. വേറെ ആര് വിടുവിക്കും, ആരിലൂടെ വിടുതൽ? അപ്പോൾ എതിരേറ്റ് വരുന്നവർക്ക് ഈ മനുഷ്യനെ കാണാൻ പറ്റുമോ? പറ്റത്തില്ല. അർത്ഥം, വിടുതൽ അനുഭവിക്കുവാൻ കഴിയാത്തവനായി ആ മനുഷ്യൻ മാറിയനെ. വിടുതൽ അനുഭവിക്കുവാൻ കഴിഞ്ഞതിന് കാരണം യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ചു. അയ്യോ, ഒരു വാക്കല്ലേ ഉള്ളൂ, അല്പമല്ലേ യേശു പറഞ്ഞുള്ളൂ, ലളിതമായ കാര്യമാണല്ലോ, ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കാതെ വിശ്വസിക്കുവാൻ എൻ്റെ നാവിൽ കർത്താവ് തന്ന ആ വചനം അത് ആവർത്തിച്ച് പറയുവാൻ ഞാൻ തയ്യാറായപ്പോൾ ആ രോഗക്കിടക്കയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റു. ശത്രുവായവൾ എന്നെ ചൊല്ലി സന്തോഷിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അതേ, നിങ്ങളോട് ഓരോ ദിവസങ്ങളിലും സംസാരിക്കുന്ന വചനം നിങ്ങളെ ശക്തിപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനും
അതെ, ആ വിടുതലിലേക്ക് നടക്കുവാനും നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും. മനസ്സിലായോ? ഈ വചനങ്ങളാണ് നിങ്ങളെ വിടുതലിലേക്ക് നടത്തുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പലതും ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടത്തില്ല എന്ന് ചിന്തിക്കരുത്. കാരണം നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമായല്ല, അതെ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമായല്ല നിങ്ങൾ വിടുതൽ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവന് എന്ത് വേണമെന്നുള്ളത് ദൈവത്തിന് അറിയാം. അത് ദൈവം വേണ്ട സമയത്ത് നൽകും. നിങ്ങൾ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണ്. അതുകൊണ്ടാണ് ഈ മെസ്സേജിനൊപ്പം നിങ്ങളായിരിക്കുന്നത്. സഹോദരി, മരിക്കത്തില്ല. നിന്റെ കുടുംബജീവിതം മരിച്ചു പോകത്തില്ല. നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകത്തില്ല. നീ നിന്ദിക്കപ്പെട്ട് തലകുനിച്ച് ഭർത്താവില്ലാതെ, സഹോദര ഭാര്യയില്ലാതെ നീ ജീവിക്കുന്നത് മറ്റുള്ളവർ കാണത്തില്ല. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുവാൻ തയ്യാറാണോ? സാക്ഷ്യം നിന്നെ എതിരേൽക്കും. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ സഹോദരി, തകർന്നുപോയ നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് പണിതുയർത്തുകയാ. വിശ്വസിക്ക്. ഓ സ്തോത്രം. ആമേൻ, ആമേൻ. ഓ സഹോദര, അതങ്ങനെ സംഭവിക്കുക. ഇപ്പോൾ പ്രശ്നമാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പുതുതായി ഒന്നുമില്ല. ആ മനുഷ്യൻ കടന്നു വന്ന സമയത്ത്, രാജഭൃത്യനായ മനുഷ്യൻ കടന്നു വന്ന സമയത്ത് എന്താണോ ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് അതൊക്കെ തന്നെയാണ്. മകൻ രോഗശൈലിയിലായിരിക്കുന്നു, എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം. ഈ മെസ്സേജ് കേൾക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ അനുഭവം. ഭർത്താവിനെ പേടിച്ചായിരിക്കാം സഹോദരി നീ ആയിരിക്കുന്നത്. വന്നു കയറിയാ എന്തായിത്തീരും അറിയത്തില്ല, എപ്പോൾ വരും അറിയത്തില്ല, എവിടെയാണ് അതും അറിയത്തില്ല. കണ്ണുനീരാ, വല്ലാത്ത വേദനയാണ്. സാഹചര്യത്തിലൊന്നും മാറ്റമില്ല. പക്ഷേ ആ മനുഷ്യൻ കേട്ട വചനം ആ മനുഷ്യൻ വിശ്വസിച്ചു. എന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ ആ മനുഷ്യൻ കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്ന് കേട്ടു. അവൻ വിശ്വസിച്ചു. ആ വചനത്തിൽ നിലനിന്നവൻ മുൻപോട്ട് പോയി. റെഡിയാണോ ഈ ദൂതിൽ നിലനിന്ന് മുൻപോട്ട് പോകുവാൻ, ഈ വചനത്തിൽ നിലനിന്ന് മുൻപോട്ട് പോകുവാൻ? മരിക്കയില്ല, ഒന്നും നശിച്ചു പോകത്തില്ല. ഓ സ്തോത്രം. ശത്രുവിൻ്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നിറവേറത്തില്ല. നീ തല കുനിഞ്ഞവളായി ശത്രു കാണത്തില്ല. അതേ, നിന്നെ പണിയുവാൻ, ഓ താങ്ക് ഗോഡ്, നിങ്ങളെ ഒരുമിച്ച് പിന്നെയും ചേർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. മാതാവേ, പിതാവേ, മരിക്കയില്ല. തലമുറകളുടെ ഭാവി മരിച്ചു പോകത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. അവരുടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ മരിച്ചു പോകത്തില്ല. നീ പ്രതീക്ഷിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത് അതില്ലാതായി പോകത്തില്ല. അത് നീ അനുഭവിക്കും. ദൈവദാസനെ, ഇപ്പോഴത്തെ സാഹചര്യം അതാ പറഞ്ഞേ. രാജഭൃത്യൻ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സാഹചര്യത്തിനൊന്നും ഒരു മാറ്റമില്ല. വീട്ടിൽ മകൻ മരിക്കത്തക്ക അവസ്ഥയിലാണ്, നിന്റെ തലമുറകൾ മരിക്കത്തക്ക അവസ്ഥയിലാണ്. അവർ മദ്യത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, മോശം കൂട്ടുകെട്ടുകളിലായിരിക്കുന്നു, മോശം സ്വഭാവങ്ങളിലായിരിക്കുന്നു. അവർ ആ അവസ്ഥയിൽ തന്നെയാണ്, അവർ പിടിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ തയ്യാറാണോ? നശിച്ചു പോകത്തില്ല. ദുഷ്ടലോകത്തിൽ അവർ മരിച്ചു പോകത്തില്ല. കർത്താവ് അവരെ നിനക്കായി എഴുന്നേൽപ്പിക്കും. നിന്റെ നന്മയായി അവരെ എഴുന്നേൽപ്പിക്കും. നിന്റെ താങ്ങായി തണലായി അവരെ മാറ്റും. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഏറ്റുപറഞ്ഞ് മുൻപോട്ട് പോകുവാൻ തയ്യാറാണോ? എൻ്റെ തലമുറ, വാക്തത്വ തലമുറ എനിക്കൊപ്പം കാണും. സ്തോത്രം. അവൻ ആ ജോലി കിട്ടും, അവൻ ആ കോഴ്സ് കംപ്ലീറ്റ് ആകും. എൻ്റെ മകൾക്ക് ആ ഭാവി ജീവിതം ഉണ്ടാകും. നശിച്ചു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. അവൻ മുഴുകുടിയനായി തീരത്തില്ല. ഞാൻ അവരുടെ സന്തോഷം അനുഭവിക്കും. ആ സന്തോഷത്തിൽ ഞാൻ നിലനിൽക്കും. വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ തയ്യാറാണോ? വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറയും. അതങ്ങനെ സംഭവിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ. ഓ താങ്ക് ഗോഡ്, ആമേൻ. നിന്റെ മക്കൾ മടങ്ങി വരും. സ്തോത്രം. ആ ആരോഗ്യം മടങ്ങി വരുമെന്നേ. നീ ഭയപ്പെടുന്നത് പോലെ നീ രോഗിയായി ജീവിതകാലം മുഴുവൻ ഇല്ല. സാഹചര്യം അതാ. പക്ഷേ കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് നീ മുമ്പോട്ട് പോകുമെങ്കിൽ ആമേൻ. ഇപ്പോൾ സൗഖ്യമാകെ. ഓ താങ്ക് ഗോഡ്. ആരോഗ്യത്തോടെ നീ പുറത്തു വരുവാൻ പോകുക. ആ ബാധ്യതയിൽ നിന്ന്, ആ കടത്തിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക. ആ കടം മുഖാന്തരം നീ ആത്മഹത്യ ചെയ്യത്തില്ല. നീ ആത്മഹത്യ ചെയ്യത്തില്ല. സഹോദര, സഹോദരി,
മക്കളെയും കൊന്ന് ചത്തുകളയാമെന്ന് ചിന്തിച്ചായിരിക്കുന്നത് നിന്നോടാ പറയുന്നത്. മരിക്കത്തില്ല, മരിക്കത്തില്ല. മരിക്കുവാൻ തക്ക വിധത്തിൽ മുൻപിൽ വെളിപ്പെട്ട് വരുമെന്ന് നീ ഭയപ്പെടുന്ന ആ സാഹചര്യം ഉണ്ടാകത്തില്ല. യെസ്, യേശുവിൻ നാമത്തിൽ നീ നശിച്ചു പോകുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ബാധ്യതയിൽ നിന്ന് അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഓ താങ്ക് ഗോഡ്. പറയേ, ഞാൻ നശിക്കത്തില്ല, ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല, ഞാൻ പുറത്തു വരും, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തൊഴിൽ അനുഗ്രഹിക്കപ്പെടും, ഈ കടബാധ്യത മാറും, എനിക്ക് ഭവനമുണ്ടാകും. ഓ യെസ്, എനിക്ക് ഭവനമുണ്ടാകും, വാടക വീടെന്ന നിരാശ മാറും, എൻ്റെ അലച്ചിൽ മാറും, എൻ്റെ ഇല്ലായ്മകൾ മാറും. പ്രാർത്ഥിക്ക്, ഉറപ്പാ, പ്രോമിസാ. ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. നോക്കിയേ, ആ മനുഷ്യൻ ആ വാക്കും കേട്ട് അത് പറഞ്ഞ് മുമ്പോട്ട് പോവുക. എൻ്റെ മകൻ മരിക്കുകയില്ല, എൻ്റെ മകൻ മരിക്കുകയില്ല. പോകുമ്പോൾ സാക്ഷ്യം എതിരേറ്റ് വരിക. അപ്പോൾ ഈ വിടുതൽ നടന്ന സമയത്തെക്കുറിച്ച് അവിടെ തൊട്ടടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 52 അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്നു പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. ശ്രദ്ധിച്ചോളണേ, യേശു പറഞ്ഞ ഉടനെ സൗഖ്യം നടന്നു. ഈ മനുഷ്യൻ ആ സൗഖ്യം യേശു പറഞ്ഞ ഉടനെ അനുഭവിച്ചോ? ഇല്ല. പിന്നെ ഈ മനുഷ്യൻ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോയപ്പോൾ ആ സാക്ഷ്യം അല്ലെങ്കിൽ ആ വിടുതൽ വീട്ടിൽ പോയി അനുഭവിക്കുവാൻ ഈ മനുഷ്യന് ഭാഗ്യമുണ്ടായി. നിങ്ങൾ ആവശ്യപൂർവം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷയത്തിന് ദൈവം പരിഹാരം വരുത്തി. ശ്രദ്ധിക്കുക, നിങ്ങളുടെ വിഷയത്തിന് ദൈവം പരിഹാരം വരുത്തി. ഇനി വിശ്വാസത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ ആ വിടുതൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. നോക്കൂ, തലേ ദിവസം 7 മണിക്ക്, അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. ഒരു ദിവസം മുഴുവൻ ഈ മനുഷ്യൻ നിലനിന്നത് യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന ആ വാക്ക് കേട്ടുകൊണ്ടാണ്. അനേകർ ആത്മഹത്യ ചെയ്യുന്നു, അനേകർ ജീവിതം മടുത്ത് പല നിലകളിൽ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? വിശ്വാസമില്ലാത്തത് കൊണ്ട്. അമ്മേൻ. ലളിതമായ കാര്യമാണ്, റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ അനുഭവിക്കുന്നതും ഞാൻ തിരിച്ചറിയുന്നതും പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന ഈ വചന സന്ദേശത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ലോകത്തിൽ അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ അതൊന്നും എനിക്ക് പറഞ്ഞു തരുവാൻ അറിയത്തില്ല. ഞാൻ തിരിച്ചറിഞ്ഞത് ഇതാണ്. ആ കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ആയിരങ്ങൾ, അതെ, സത്യസന്ധമായി പറയട്ടെ, ആയിരങ്ങൾ ആ വിടുതൽ അനുഭവിക്കുന്ന സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കൊപ്പമുണ്ട്, കേൾക്കുന്നുണ്ടെന്നല്ല, പ്രൈസർ ഫാമിലിക്കൊപ്പമുണ്ട്. അതെ, ഈ വചനം കേട്ടും ഏറ്റെടുത്തും പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയി പ്രാപിച്ചെടുത്തവർ തന്നെ. അതിനർത്ഥം എല്ലാവരും വചനം കേട്ട ഉടനെ പ്രാപിച്ചു എന്നല്ല. പ്രാപിച്ചവർ ഒത്തിരി പേരുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴും പ്രാപിക്കാതെ ആ യാത്രയിലായിരിക്കുന്നവർ, വിശ്വാസത്തോടെ യാത്രയിലായിരിക്കുന്നവരുമുണ്ട്. എനിക്കറിയാം ഒരു പ്രിയ സഹോദരി, ഏകദേശം 3 വർഷമാകുന്നു. തൻ്റെ ഹസ്ബൻഡും താനും കുഞ്ഞുങ്ങളുമൊക്കെ വിദേശത്തായിരുന്നു. അവിടെ വലിയ ബിസിനസ്, ആ സഹോദരിക്ക് ജോലി, നല്ല നിലയിൽ ജീവിച്ചവരാണ്. വളരെ പെട്ടെന്ന് ബിസിനസ്സിന് തകർച്ച ഉണ്ടായി. അവിടെ നിൽക്കുവാൻ കഴിയാതെ അവർ നാട്ടിൽ വന്നു. നാട്ടിലുള്ളതെല്ലാം വിറ്റുപെറുക്കി അവർ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. നഷ്ടം. ഇതുപോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുടെ സാക്ഷ്യങ്ങൾ പ്രൈസർ ഫാമിലിയിലുണ്ട്. നിങ്ങളിൽ പലരും പലപ്പോഴും അത് കേട്ടിട്ടുമുണ്ട് ഞങ്ങളുടെ മെസ്സേജുകളിലൂടെ, അല്ലെങ്കിൽ നേരിട്ട് അങ്ങനെ അനുഭവിക്കുന്നവരായിരിക്കാം നിങ്ങൾ. എന്നാൽ ഈ പറഞ്ഞ സഹോദരിയുടെ ജീവിതത്തിൽ ഇന്നും ആ സഹോദരി ഭർത്താവ് അവിടെ ആയിരിക്കുന്ന വിധത്തെക്കുറിച്ച് പറയാറില്ല. മാറ്റം വന്നിട്ടില്ല. അവർ വിശ്വാസത്തോടെ മുൻപോട്ട് പോവുക, കേൾക്കുന്ന വചനങ്ങളിൽ മുറുകെ പിടിച്ച്. അവരാഗ്രഹിച്ചതുപോലെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ മക്കൾ പഠിക്കുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ടു. അവർക്ക് ഉണ്ടായിരുന്നത് പോലെ വലിയ ജോലിയൊന്നുമില്ല, ചെറിയൊരു ജോലിയുണ്ട്. അവർക്ക് ജീവിക്കുവാൻ വേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് ഇന്നയോളം അവരെ നിർത്തുന്നത്. റോക്കറ്റ് സയൻസ് അല്ല, ദൈവത്തിൻ്റെ വചനമാണ്. കേൾക്കുന്ന ഓരോ വചനവും, എല്ലാ ദിവസവും പ്രഭാതം തന്നെ കേൾക്കുന്നവരാ. ഓരോ ദിവസത്തെ വചനവും കേട്ട് അവർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരിയെ, ഒരു കാര്യം സന്തോഷത്തോടെ പറയട്ടെ, ഈ വചനം ഒരിക്കൽ ജഡത്തിൽ വെളിപ്പെടും. അനേകരുടെ ജീവിതത്തിൽ നീ കേൾക്കുന്ന സാക്ഷ്യം, നീ കാണുന്ന സാക്ഷ്യം, അത് നിന്റെ ജീവിതത്തിലും സംഭവിക്കും. ആ വിടുതൽ നിന്നെയും എതിരേറ്റ് വരും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ,
അവർ ഇന്നും ജീവിച്ചിരിക്കുന്നു, അവരുടെ മക്കൾ പഠിക്കുന്നു, അവർ ആഹാരം കഴിക്കുന്നു. അത് തന്നെയാണ് സാക്ഷ്യം. ആമേൻ. വചനത്തിൻ്റെ ശക്തി അത് തന്നെയാണ്. വചനം നിലനിർത്തും, വചനം വിടുവിക്കും, അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കാണുന്നവരാക്കി മാറ്റും. അപ്പോൾ ഇത് ലളിതമാണ് പ്രിയരെ. ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു തരാനുള്ള കാര്യമുള്ളൂ. നിങ്ങൾ കേൾക്കുന്ന ആലോചനകൾ ഏറ്റെടുക്കുക, ദൂതുകൾ ഏറ്റെടുക്കുക, വചനങ്ങൾ ഏറ്റെടുക്കുക, ആവർത്തിച്ച് ഉരുവിടുക. ആ വചനം മാത്രമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ വചനം നിങ്ങളെ വിടുവിക്കും. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. അപ്പോൾ വിടുതൽ എതിരേറ്റ് വരുവാൻ പോകുക. പ്രാർത്ഥിച്ചോ, ഒന്നും നഷ്ടപ്പെടത്തില്ല. പൊന്നു സഹോദരങ്ങളെ, ഒന്നും നഷ്ടപ്പെടത്തില്ല. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി വരുന്നു. അനുഗ്രഹ ബാങ്കിൽ ഇത് ചെയ്ത് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഒത്തിരി ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യം പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ചെറിയ കാര്യമേ ഉള്ളൂന്നേ, സിമ്പിളായിട്ട് നമുക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാം. കോൺടാക്ട് ചെയ്തോ. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം, അടിയനൊപ്പമായിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഭയപ്പാട് മാറി വിടുതൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം ഇന്നിവരെ ശക്തീകരിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരെ ആ വിടുതൽ എതിരേറ്റ് വരുന്ന കൃപയ്ക്കായി, ജോലി സംബന്ധമായി ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന്, ജോലി കിട്ടത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നവർ, ജോലി മേലുള്ള സകല വെല്ലുവിളികളും വിട്ടുമാറട്ടെ. യേശുവിൻ നാമത്തിൽ വിടുതൽ എതിരേൽക്കട്ടെ. ആ കോൾ വരട്ടെ. സ്തോത്രം. അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരട്ടെ. ജോലി സ്ഥലത്തുള്ള ആ വെല്ലുവിളി മാറിയ സ്തോത്രം. ആ വിവരം അറിയട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി, ജോലി സംബന്ധമായ സകല വെല്ലുവിളികൾ വിട്ടുമാറിയ കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ചാട്ടെ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുക. ആ രോഗത്തിൻ്റെ ബന്ധനം അഴിയുക. സ്തോത്രം. ഡോക്ടർ അത് പറയുവാൻ പോകുക, ഡോക്ടർ അത് വെളിപ്പെടുത്തുവാൻ പോകുക. സൗഖ്യമായി ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. യേശുവിൻ നാമത്തിൽ വിടുതൽ സംഭവിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. പുറത്തു വരിക, രോഗക്കിടക്കയിൽ നിന്ന്, ആശുപത്രിയിൽ നിന്ന് പുറത്തു വരിക. നീണ്ട വർഷങ്ങളായുള്ള ട്രീറ്റ്മെൻറ്റിന് അറുതി ഉണ്ടാകുവാൻ പോകുക. മാനസികമായ രോഗങ്ങൾ, സമ്മർദ്ദം, യേശുവിൻ, ആ ഡിപ്രഷൻ മാറുക. താങ്ക് ഗോഡ്. കടഭാരം മാറുക. പ്രാർത്ഥിക്കുക. ആ ബാധ്യത മാറുക. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക. അതേ സഹോദര, നീ ആത്മഹത്യ ചെയ്യുവാൻ ഇടവരത്തില്ല. താങ്ക് ഗോഡ്. എൻ്റെ പൊന്നു മക്കളെയും കൊന്നു നീ ആത്മഹത്യ ചെയ്യുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിച്ചാട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് അർത്ഥം ഭവനങ്ങളെ നൽകുക. താങ്ക് ഗോഡ്. വാഹനങ്ങളില്ലാത്തവർക്ക് വാഹനങ്ങൾ നൽകുക. വസ്തുക്കളില്ലാത്തവർക്ക് വസ്തുക്കളെ നൽകുക. അതങ്ങനെ സംഭവിക്കുക. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക. അവരുടെ ഭാവി മേലുള്ള വെല്ലുവിളികൾ മാറുക. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക. അഡ്മിഷനുകൾ കിട്ടുക. വാതിലുകൾ തുറക്കപ്പെടുക. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങുക. യേശുവിൻ നാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ഡിവോഴ്സുകൾ മാറിപ്പോകുക. ഭർത്താക്കന്മാർ മടങ്ങി വരിക. തകർന്നു പോകത്തില്ലെന്നേ. നീ ഒറ്റയ്ക്കായി തീരത്തില്ല. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുക. ബിസിനസ്സുകൾ അകത്തും പുറത്തും, സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥിക്കുക. എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറുക. വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകുക. സ്തോത്രം. നഷ്ടത്തിലായിരിക്കുന്ന സ്ഥാപനങ്ങൾ ലാഭത്തിലാകുക. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവരെ ആ വിടുതലിൻ്റെ സാക്ഷ്യം എതിരേൽക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.